നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമയിലെ ചില ഡയലോഗ് മിസ്റ്റേക്കുകളെ പറ്റിയാണ്. ഇതുകൊണ്ട് തന്നെ ചില മാസ് സീനുകൾ ഇവിടെ കോമഡി ആയി പോയി. ലിസ്റ്റിലാക്കിയത് കോളേജ് കുമാരൻ എന്ന സിനിമയാണ്. 2008 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ സിനിമയിൽ ലാലേട്ടന്റെ പ്രധാന ഡയലോഗാണ് ഐ ലവ് യു. ഈ സിനിമയിൽ വില്ലന് തെറി പറയുന്ന ഒരു ഡയലോഗുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അടുത്ത ഡയലോഗ് വളരെ വ്യത്യസ്തമായിരുന്നു. ഇത് കഴിഞ്ഞ് വില്ലനോട് നായകൻ മറ്റൊരു ഡയലോഗ് കൂടി പറയുന്നുണ്ട്. അടുത്തത് 2005 പുറത്തിറങ്ങിയ തസ്കര വീരൻ എന്ന സിനിമയാണ്. ഈ സിനിമയിലെ നായകനും നായികയും മമ്മൂക്കയും നയൻതാരയുമായിരുന്നു. സിനിമയിൽ നായകനെ മാസാക്കാൻ വേണ്ടി വളരെ വ്യത്യസ്തമായ ഒരു ഡയലോഗ് നമുക്ക് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. അടുത്തത് പ്രജാപതി എന്ന സിനിമയാണ്. 2006 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ വർഷം പുറത്തിറങ്ങിയ ജിഗർ താണ്ട ഡബ്ലക്സ് പോലെ ഈ സിനിമയിലെ നായകനും ഹോളിവുഡ് നടനായ ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഫാനായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന സിനിമയിലെ ഒരു ഐക്കോണിക് ഡയലോഗ് മമ്മൂക്ക ഈ ഒരു സീനിൽ പറയുന്നുണ്ട്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയ വെച്ചിട്ട് വേണം ഇടയിൽ കൊണാരടിക്കുക. ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന സിനിമ നോക്കുകയാണെങ്കിൽ പൊതുവെ വില്ലനെ തട്ടിയിട്ടാണ് ടൂക്കോ എന്ന ക്യാരക്ടർ ഈ ഒരു ഡയലോഗ് പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ നായകൻ വില്ലൻ വന്നപ്പോൾ തന്നെ ഈ ഒരു ഡയലോഗ് പറഞ്ഞു. പിന്നീട് വില്ലനോടെ ടൂക്കോ എന്ന ക്യാരക്ടറായി മാറുകയായിരുന്നു. അടുത്തത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയാണ്. ഇവിടെ നായകനെ മാസാക്കാൻ വേണ്ടി നായകന്റെ അനിയത്തിയായിട്ടുള്ള ക്യാരക്ടർ വളരെ വ്യത്യസ്തമായ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. അങ്ങേര് പണ്ടേ രാജ്യം വിട്ടിട്ടുണ്ടാവും. അടുത്തത് 2014 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ എന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. ഈ സിനിമയിലെ നായകൻ വില്ലനോട് പറയുന്ന ഒരു മാസ ഡയലോഗ് ഉണ്ട്. നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അടുത്തത് 2006 പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയാണ്. കിട്ടുന്ന പ്രതികളെല്ലാം കോടതിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് തട്ടിക്കളയുന്ന ഒരു സൈക്കോ കില്ലറായിരുന്നു ഈ സിനിമയിൽ സുരേഷ് ഗോപി. ഈ സിനിമയിൽ നായകനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായി നായകന്റെ ചേച്ചി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പോയി പ്രതികൾക്ക് വേണ്ടി വാദിക്ക, ഇല്ലെങ്കിൽ ഈ കേസ് നിന്നേക്കാൾ മിടുക്കരായവർ വാദിക്കും. അടുത്തത് ഒടിയൻ എന്ന സിനിമയാണ്. ശ്രീകുമാർ മേനോന്റെ ഡയറക്ഷനിൽ 2018 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഒടിയൻ. ഈ സിനിമയിൽ നായകൻ വളരെ മാസ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ മാസ ഡയലോഗുകൾ പറയുന്നതിനിടയിൽ നായിക ഒരു ഡയലോഗാണ് പറയുന്നത്. ഇത് ആ വർഷത്തെ ഐക്കോണിക് ഡയലോഗായിരുന്നു. ഇതുപോലെ 2021 പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ മറ്റൊരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ചിന്നാലി എന്ന ക്യാരക്ടർ തട്ടിപ്പോയതിനു ശേഷമുള്ള ഒരു ഇമോഷണൽ ഡയലോഗായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു ഡയലോഗായിരുന്നു ആ വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ വന്ന ഡയലോഗ്. അടുത്തത് നാട്ടുരാജാവ് എന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടറോട് പറയുന്ന ഒരു മാസ ഡയലോഗാണ്. സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം, അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം. അടുത്തത് CID മൂസ എന്ന സിനിമയിലെ തോക്ക് ചോദിക്കുമ്പോഴുള്ള ഒരു ഡയലോഗാണ്. തനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. അടുത്തത് 2005 പുറത്തിറങ്ങിയ നാരൻ എന്ന സിനിമയിലെ ഈ ഒരു ഡയലോഗാണ്. നായിക സൂയിസൈഡ് ചെയ്യാനായി വന്നിരിക്കുകയാണ്. ഇതിനു തൊട്ട് മുമ്പ് നായിക ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തത് 2010 പുറത്തിറങ്ങിയ ദ്രോണ എന്ന സിനിമയിലെ മമ്മൂക്ക വില്ലനോട് പറയുന്ന ഒരു മാസ ഡയലോഗാണ്. നിന്നെ ഞാൻ കൊല്ലും. അടുത്തത് സിദ്ദിഖാണ്. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാൻ എനിക്ക് മടിയില്ല. അടുത്തത് ബിജു മേനോനാണ്. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യാം, പക്ഷേ അതിനുള്ള എവിഡൻസ് ഉണ്ട്. അടുത്തത് ദേവയുടെ ഒരു ഡയലോഗാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. അടുത്തത് ലൂസിഫർ എന്ന സിനിമയിലെ ഒരു ഐക്കോണിക് ഡയലോഗാണ്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ഈ ഡയലോഗിന് ശേഷം വില്ലനും ഒരു മാസ ഡയലോഗുണ്ട്. ആരാണ് സ്റ്റീഫന്റെ തന്ത? ഇനി നമുക്ക് മാസ സീനുകൾക്കിടയിൽ നടന്ന ചില കോമഡി സീനുകൾ നോക്കാം. ലിസ്റ്റിലാക്കിയത് ലിയോ എന്ന സിനിമയാണ്. ഈ സിനിമയിൽ ലിയോ എന്ന ക്യാരക്ടർ ക്ലൈമാക്സിൽ വില്ലന്മാരുമായി ഒരു ചേസിംഗ് സീനുണ്ട്. ലിയോയുടെ ബൈക്കിന്റെ പുറകിലായി കൈദി സിനിമയിലെ പോലീസ് ക്യാരക്ടറും ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ലിയോ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്ന് വില്ലന്മാരുടെ വണ്ടിയിലേക്ക് ചാടിക്കേറി. ഇവിടെ പോലീസുകാരൻ ബൈക്കിനൊപ്പം എവിടേക്കോ പോകുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം പ്ലാസ്റ്റർ ഇട്ട് വരുന്ന ഒരു സീനും സിനിമയിലുണ്ടായിരുന്നു. അടുത്തത് വീണ്ടും ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിലെ മറ്റൊരു ഡയലോഗാണ്.
സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ഞാൻ വക്കീലുമായിട്ട് വരാം. ഇനി നമുക്ക് മറ്റൊരു ഡയലോഗ് നോക്കാം. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സർ. അടുത്തത് വലിയേട്ടല്ലേ ഒരു സീനാണ്. വലിയേട്ടൻ എന്താ ഇങ്ങനെ? അവൻ എന്ത് ചെയ്യാനാ? എനിക്കൊരു പേടിയില്ല. ഞാൻ പോയിട്ട് A few moments later. അടുത്തത് ദ്രോണയിലെ ഒരു സീനാണ്. അവനെ സാഹുത്തിടയിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. വാ, വന്ന് വണ്ടി കയറി, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. A few moments later. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അവനെ സാഹുത്തിടയിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. അടുത്തത് ലേല സിനിമയാണ്. അവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പറ്റി വരെ വന്നതേ തന്നോട് 4 വർത്താനം കൂടെ പറഞ്ഞിട്ടേ തിരിച്ചു പോണുള്ളൂ ചാക്കോച്ചി. കുഞ്ഞുനാളിൽ ഈ ചാക്കോച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് ദേവരെ. ആനക്കാട്ടിൽ ചാക്കോച്ചി നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചാക്കോച്ചി. ഒരു കോടതിയിലും വരാൻ പോണില്ല ഈ ചാക്കോച്ചി. അവന്റെയൊക്കെ വിധി എഴുതുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. അന്ന് തിരിച്ചു വരും ചാക്കോച്ചി. അല്ലെങ്കിൽ ചാക്കോച്ചി പട്ടിണിയാണോ? പിന്നെ പരസ്യമായിട്ട് അങ്ങ് പറിച്ച് കീറും ചാക്കോച്ചി. പറിച്ചു കീറി കാർക്കിച്ച് തുപ്പും ചാക്കോച്ചി. അറിയാൻ മേല ചാക്കോച്ചിക്ക്. ആനക്കാട്ടിൽ ഈ പച്ചന്റെ മനസ്സ് തന്നെയാ ചാക്കോച്ചിക്കും. വല്യപ്പച്ചന്റെ മനസ്സ് തന്നെയായി ചാക്കോച്ചിക്കും. പിടിച്ചെടുക്കണം ചാക്കോച്ചിക്ക്. എല്ലാം വെച്ചൊഴിയും ചാക്കോച്ചി. അടുത്തത് ഒരു സിനിമയിലെ ഡയലോഗ് അല്ല, ഒരുപാട് സിനിമകളിലായി സെയിം ഡയലോഗ് പറഞ്ഞപ്പോൾ ഉണ്ടായ ചെറിയൊരു യൂണിവേഴ്സ് ആണ്. മൂകാംബിക യൂണിവേഴ്സ് എന്നായിരുന്നു ഈ ഒരു വീഡിയോക്ക് ടൈറ്റിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഇല്ലെങ്കിലും ട്രോളുകൾ കൊണ്ട് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയി. നിന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്. അതിൽ 2 മക്കളുണ്ട്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമര ചോട്ടിലിരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്ര വേഗം മറന്നോ കാർത്തൂനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ. മോള് കാർത്തൂന്റെ മോളാ ഞാൻ. അല്ല, ഇന്ദ്രാണി സാറിന് ആളെ മനസ്സിലായില്ലേ? ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. മൂകാംബികയിലേക്കെന്ന് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചാണ്. നിനക്ക് ഇത് തന്നെയാണോ പണി? ഉടനെ ഞാൻ അവളെ കണ്ടെത്തി. ഇന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന എന്റെ സൗദാമിനെ. ഇതിനൊരു അന്ത്യമില്ലേ? മോളെ, എന്തോ നിന്റെ കൂടപ്പുറപ്പാ. മോനെ, നിന്റെ സ്വന്തം രക്തമാ. അച്ഛന് പറ്റിയ ഒരു തെറ്റ്. അതെപ്പോ? അതൊക്കെ ഉണ്ട് കല്യാണത്തിന് മുമ്പാ. എന്നാലും ഒരു ആഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. അവൻ തന്നെയാ. അല്ല, നീ കണ്ടോ? ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. തെറ്റ് എന്റെ തന്നെയാണ്. ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ. സ്വീകരിക്കാൻ തയ്യാറായിരുന്നു.